വേദാന്തം ജിജ്ഞാസുക്കൾക്കുള്ളതാണ്. ധർമ്മശാസ്ത്രങ്ങൾ എല്ലാവർക്കും പഠിക്കാമല്ലോ. ഇന്നത്തെ കാലത്ത് പ്രസക്തമായ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണെന്ന് പറഞ്ഞു തരാമോ? ഇല്ല, അതാണോ കണ്ടെത്തണം. ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ധർമ്മശാസ്ത്രങ്ങളിൽ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കാലത്തിനനുസരിച്ച് ഭേദഗതി വരുത്തപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനം തന്നെയാണ്. അതുപോലെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ആചാര്യോപദേശങ്ങൾ, വേദാംഗ, ഉപവേദ, ഇതിഹാസ, പുരാണ, ധർമ്മശാസ്ത്രാദികളിൽ നിന്ന് ക്രോഡീകരിച്ചെടുത്ത് ആചാര്യന്മാർ രചിച്ച ലക്ഷക്കണക്കിനായ ഗ്രന്ഥരാശികൾ, ഇതിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു ജിജ്ഞാസുവിന് ധർമ്മമൂല്യങ്ങളെ ലിഖിതമായി ലഭിക്കും. എന്തിനാ ലിഖിതമായി ലഭിക്കുമെന്ന് പറഞ്ഞത്? ഇതൊന്നും വേണ്ട ധർമ്മം മനസ്സിലാക്കാൻ. കാരണം നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് അടിസ്ഥാനപരമായി ധർമ്മബോധം നമ്മളിൽ ഉണ്ട്. പിന്നെയോ അമ്മ, അച്ഛൻ, ആചാര്യൻ, സമാജം എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അമ്മ, അച്ഛൻ, ആചാര്യൻ, സമാജം. അതെ. അതുകൊണ്ട് ഗ്രന്ഥം ഏതാണെന്നൊന്നും പറയാൻ വയ്യ. ഇതിലൂടെ എല്ലാം ധർമ്മം എന്തെന്ന് ബോധിക്കാം. എല്ലാ കാലവും എല്ലാ ദേശത്തും പ്രസക്തമായ ധർമ്മോപദേശങ്ങൾ മഹാഭാരതം തുടങ്ങിയവയിൽ വളരെ വിപുലമാണ്. ഏത് കാലത്തേക്കും സ്വീകാര്യമായ ഉപദേശങ്ങൾ ശാന്തി പർവ്വത്തിലും ആനുശാസിക പർവ്വത്തിലും, 2 പർവ്വങ്ങളിൽ നമുക്ക് ലഭിക്കും മഹാഭാരതത്തിൽ.